എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെൻറ്റിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? അതായത് ജില്ലയിൽ സന്ദർശനത്തിന് പോകുന്നവർക്ക് പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുക്കണം, മുറിയിൽ കൊണ്ടുചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് ഉത്തരവ് കൊടുക്കുമ്പോൾ പക്ഷേ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഉത്തരവ് ഈ അത്താഴത്തിൽ നിന്നത് കാര്യമായി. അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായി പോയി. നിഷ്ഠയും ചരിയും തെറ്റാതെ ഞാൻ ഊട്ടുന്ന എന്റെ ചാത്തന്മാരുടെ തുണയുണ്ടെനിക്ക്, ബലമുണ്ടെനിക്ക്. അഭൂതപൂർവമായി 21 വിദഗ്ധമായിട്ടുള്ള അന്ന് നിലവിലിരുന്ന വികസന സാഹചര്യം, അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും വിദഗ്ധമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി 47% വോട്ടും 99 സീറ്റ് സംഘടിപ്പിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തൻ്റെ സിദ്ധികൾ ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് കൈമോശം വന്നിരിക്കുന്നു? തീർന്നിട്ടില്ല. കോവിലകം നിലംപൊത്തണം. അതിന്റെ താർവമാന്തി നിരത്തുള്ള കാഴ്ചയും അവരെ കാണണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 24 ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിശ്വാസ്യതയിലും ഈ LDFൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, മൈനോറിറ്റീസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വായിച്ച ഒരു ജനവിഭാഗത്തിലും SC കമ്മ്യൂണിറ്റികളിൽ ഉള്ള വ്യത്യാസം ഒഴിച്ച് LDFിലേക്ക് വോട്ടർമാർ ആകർഷിതരായി എന്ന് കാണുന്നില്ല. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എൻ്റെ മനസ്സിലും വളരുന്നു. അത് ജനങ്ങൾ വായിച്ചെടുത്തിരിക്കുന്നത് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ ഒരു ജനവഞ്ചനയായിട്ടാണ്. ഉദാഹരണത്തിന് മൈനോറിറ്റീസ് എന്തുകൊണ്ട് 21 നിന്നും അകന്നു പോയിരിക്കുന്നു? 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കണ്ടെത്തിയ കൂട്ടുകെട്ടുകൾ, അദ്ദേഹം ഡൽഹിയിൽ ഹിന്ദുവിന് നൽകിയ പ്രസ്താവനയിൽ വരുത്തിയ നയംമാറ്റം, മലപ്പുറം സംസ്ഥാനത്തെ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസിന്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ 24 അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറിയത് മൈനോറിറ്റീസ് തീർത്തും അവിശ്വാസത്തോടു കൂടിയും ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടുമാണ് കണക്കാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസം നേടാനായിട്ട് ഒടുവിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം, അതിനിടയിൽ കൂടി ഭൂരിപക്ഷ സമുദായത്തെ ഒട്ടേറെ ഇപ്പോൾ NDAയിലേക്ക് നായർ കമ്മ്യൂണിറ്റിയെയും ഈഴവ കമ്മ്യൂണിറ്റിയെയും വികർഷിച്ചിട്ടുള്ളത് എന്താണ്? പ്രധാനമായിട്ടും ശബരിമല ക്ഷേത്രത്തിൽ തങ്ങൾ തന്നെ നിയോഗിച്ച 3 ഭരണസമിതികൾ പട്ടപ്പകൽ അവിടുത്തെ സ്വർണം മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നിയമനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഈ ചരിത്രത്തിലില്ലാത്ത വിധ ശബരിമല കൊള്ള എൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാനതിൽ ഖേദിക്കുന്നു എന്ന് വിശ്വാസികളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എവിടെയെങ്കിലും ഉള്ള ഒരു സഹകരണ ബാങ്ക് കൊള്ള ചെയ്തതുപോലെ കൊള്ള ചെയ്തെങ്കിൽ കൊള്ള ചെയ്തു, അത് ഹൈക്കോടതി നോക്കിക്കൊള്ളും എന്ന സമാധാനത്തിലാണ് അവസാനിപ്പിച്ചത്. വെൻ യു ഹാവ് ടു ടെൻഡർ ആൻ അപ്പോളജി, അതുപോലും നൽകാതെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിക്കെതിരായി വെറുപ്പിച്ചെടുത്തതിൻ്റെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി അത് വിട്ടുകളയൂ. ഈ വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തൻ്റെ മുന്നണിയെ നയിക്കുന്ന കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കിയെന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്? സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായൊരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടില്ല. 24 ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ്സ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിൻ്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെൻറ്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായൊരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? അതായത് ജില്ലയിൽ സന്ദർശനത്തിന് പോകുന്നവർക്ക് പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക്
പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ട് ചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. കലങ്ങിയില്ല. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് ഉത്തരവ് കൊടുക്കുമ്പോൾ പക്ഷെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഉത്തരവ് ഈ അത്താഴത്തിൽ നിന്നത് കാര്യമായി. അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായി പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണിച്ചല്ലോ. അതിനുശേഷം ഇക്കണ്ട പബ്ലിക് റിലേഷൻസ് അഭ്യാസത്തിൻ്റെ എല്ലാം ശേഷം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാനുണ്ട്. ഈ തുകകളെല്ലാം കുടിശ്ശിക ഇട്ടുകൊണ്ട് 40,000 കോടി വരെ കുടിശ്ശിക ഇട്ടുകൊണ്ട് 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് ഇക്കണ്ട ഹോർഡിങ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കട്ടി, അതിനുള്ള കന്മഷ, അത് കാണിക്കാനുള്ള എന്താ പറയുക, ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇക്കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല, പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. അത് പാർട്ടിക്കുള്ളിൽ പരാജയപ്പെടുന്ന മുന്നണിക്കുള്ളിൽ ഒരു വലിയ ശുദ്ധീകരണത്തിന് വഴിവെക്കുമെന്നും ഈ അപകടത്തിലേക്ക് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട LDFനെയും അതിൻ്റെ പൊളിറ്റിക്സിനെയും ദേശീയ തലത്തിലും പ്രാധാന്യമുള്ള ആ മുന്നണിയെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുവന്ന ഈ അവസ്ഥ വിശകലനം ചെയ്യപ്പെടുകയും അതിന് ഉത്തരവാദികളായിട്ടുള്ള വ്യക്തികളെ വരുന്ന മാസങ്ങളിൽ ഈ പാർട്ടിയും മുന്നണിയും തന്നെ അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ന് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. 4-ാം തീയതിക്ക് ശേഷം ഒരു വലിയ പന്തൽ സംസ്ഥാനത്തിടുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ പണ്ട് പന്തലിടുന്നത് 2 കാര്യങ്ങൾക്കാണ്, വിവാഹത്തിനും അടിയന്തരത്തിനും. അതെന്തിനാണെന്ന് നമുക്ക് 4-ാം തീയതി അറിയാം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ആ ഇടാൻ പോകുന്ന പന്തലിൽ നിന്ന് ഇഡലിയും സാമ്പാറും രസവടയുമാണോ കഴിക്കേണ്ടതെന്ന് കണക്കുകൾ പറയട്ടെ. നമ്മൾ എതിർക്കുന്നത് ഈ സ്റ്റാലിൻ്റെ ഒരു പ്രേതത്തോടാണ്. സ്റ്റാലിൻ മരിച്ചുപോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ സ്റ്റാലിൻ്റെ പ്രേതം ഇപ്പോഴും ഉണ്ട്. ആ പ്രേതം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. സ്റ്റാലിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് റഷ്യയിലെ പ്രധാനപ്പെട്ട 6 നഗരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു. പ്രധാന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമ അദ്ദേഹം തന്നെ പണിയിച്ച് സ്ഥാപിച്ചു. 38 അടി ഉയരമുള്ള പ്രതിമയൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റാലിൻ പോയി കഴിഞ്ഞപ്പോൾ ക്രൂഷ്ചേവ് ആ പ്രതിമകളൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്.